ഇസ്ലാം ആ കൂട്ടായ്മയിലാണ് നമ്മുടെ ഇസ്ലാമാണ്. അത് തന്നെ നിയമം. രണ്ടാമതായി കൊണ്ടാണ് പറഞ്ഞത് ഇഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തണം. ഇന്നത്തെ കാലത്ത് പഴയ കാലങ്ങളെ പോലെയൊന്നല്ല. ഒരുപാട് ചെറുപ്പക്കാർ നമ്മളെ കൂട്ടായ്മ കുടുംബങ്ങളിൽ നിന്നല്ല, പുറത്തുള്ള എല്ലാ ആളുകളും പഴയ കാലത്തൊക്കെ നിസ്കരിക്കാനും നോമ്പ് കൊടുക്കാനൊക്കെ വളരെ മടിയന്മാരായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലുള്ള ചില ആളുകളൊക്കെ നിസ്കരിക്കാൻ പറഞ്ഞാൽ നടക്കൂല. ജുമായൊക്കെ അന്ന് ഞങ്ങളൊക്കെ പള്ളിയിൽ പോയിരുന്ന കാലത്ത് പഴയ ആളുകൾക്ക് വളരെ കുറവായിരുന്നു. കുറച്ച് വയസ്സന്മാരുണ്ടാവും, അത് കഴിഞ്ഞാൽ കുറച്ച് ചെറിയ കുട്ടികളുണ്ടാവുന്നല്ലാതെ നിസ്കരിക്കേണ്ട കാര്യങ്ങളൊക്കെ അന്നൊക്കെ ഒരുപാട് ആളുകൾ പിന്നോട്ടായി. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാവരും ഒരുവിധമുള്ള വീടുകളിലെ എല്ലാവരും അത് നിർവഹിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ് ഖൈർ തന്നെയാണ്. അത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നിലനിർത്തുമാറാവട്ടെ. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നിസ്കാരത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും ശ്രദ്ധവാന്മാരാണ്, ശ്രദ്ധയുണ്ടാവണം. ഗഫലതീകളായ أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون. അങ്ങനത്തെ നിസ്കാരക്കാരാവരുത്. ഗഫലതീകളായ, ശ്രദ്ധയില്ലാതെ എപ്പോഴെങ്കിലും നിസ്കരിക്കുക, അങ്ങോട്ട് കുറച്ച് ചെയ്യണം, സാരല്ല ഈ നല്ല സമയം എന്ന് വെക്കാതെ. അതാണ് ഒരു തരം നിസ്കാരക്കാര്. വൈലുള്ളിൽ മുസല്ലീൻ അല്ലദീന സാഹു അല്ലദീന യുറാഊന വയംനഊനൽ മാഊൻ. അപ്പോ ഈ കൂട്ടായ്മ കൊണ്ട് നമുക്ക് വേണ്ടത് നിസ്കാരം നിലനിർത്തുക, കഴിയെങ്കിൽ ഹജ്ജിന് പോവുക, നോമ്പ് നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. പിന്നെ നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ ഉസ്മാനാളാപ്പുറ കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അടുത്ത കാലങ്ങളിലും പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ വയ്യ, സ്മരിക്കണം. അവരെല്ലാവരുടെയും കബറിനെ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പല ഉന്നതന്മാരായ മഹാന്മാരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി. അവരുടെയൊക്കെ ദർജകളെ അല്ലാഹു തആല ഉയർത്തുമാറാവട്ടെ. കൂട്ടത്തിൽ പാപികളായ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കുകയും അവരോടുകൂടെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഭാഷണത്തിൽ നിന്ന് പിന്മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭം വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. ഇതുപോലെ എപ്പോഴും സംഗമിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മരിപ്പിക്കുന്ന സമയത്ത് നമ്മളെ പരിപൂർണമായ ഈമാനോടുകൂടെ അല്ലാഹു തആല മരിപ്പിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഡോക്ടർ കൂടിയായ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് ഡോക്ടർ നമ്മോട് സംസാരിക്കും. അതിനു മുമ്പായി ഒരു പ്രധാനപ്പെട്ട വിഷയം അറിയിക്കുവാനുള്ളത്, നമ്മൾ ഏറെ പരിശ്രമിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് പിന്നിൽ വലിയ ഒരു അധ്വാനമുണ്ട്. അതുകൊണ്ട് ആരും സംസാരിക്കുകയോ അച്ചടക്ക രാഹിത്യം ഉണ്ടാക്കുകയോ ചെയ്യരുത്. വളരെ സൈലൻ്റായിക്കൊണ്ട് നമ്മുടെ പരിപാടി വീക്ഷിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ചെറിയ അസൗകര്യങ്ങൾ സ്വാഭാവികമാണ്. പരമാവധി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കും. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ ക്ലാസ് ആരംഭിക്കും. ആ സമയത്തെങ്കിലും വളരെ ശാന്തമായി സദസ്സ് ക്ലാസ് ശ്രമിക്കാൻ തയ്യാറാകണമെന്ന് ഉണർത്തുന്നു. ആശംസാ സംസാര പ്രഭാഷണത്തിനായി ഡോക്ടർ ഉമറുൽ ഫാറൂഖിനെ ക്ഷണിക്കുന്നു. എന്തെങ്കിലും സംസാരിക്കണം അറിയുമ്പോൾ തുടങ്ങി ഹൃദയപടി പക്വം മാറിയിട്ടില്ല. സംസാരിക്കാൻ ഇത്ര വലിയ പരിചയമില്ല. പിന്നെ നമ്മളേറ്റവും ആഗ്രഹിക്കുന്ന മഹലിലെ ആദ്യപുരായ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഉസ്താദിനെ കൂടി പ്രശ്നം നമ്മളെ വീക്ഷിക്കുന്ന ഈ കുടുംബ സംഗമത്തിലെ ഒരു ഏറ്റവും വലിയ ഉപദേശമായി നമ്മൾ കണക്കാക്കുന്ന ഉസ്താദിൻ്റെ വാക്കുകളാണ് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അരമണിക്കൂർ കൊണ്ട് ക്ലാസ്സിലാണെന്ന് പറയുന്നത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാൻ അറിയുന്ന പലരും ഇവിടെയുണ്ട്. അവരോടും എന്നെ അറിയുന്ന ഞാൻ അറിയാത്ത ഏറ്റവും പ്രിയപ്പെട്ടവരും
എന്നെ അറിയാത്തവരുണ്ട്, ഞാൻ അങ്ങോട്ട് അറിയാത്തവരുണ്ട്. വളരെ സ്നേഹമുള്ള അവരും കൂടി അറിയാം. രണ്ടോ മൂന്നോ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതിൽ ഒന്നാമതായി പറയാൻ നമ്മൾ കഴിഞ്ഞ കാലത്ത് പിന്നെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലും പറയുകയുണ്ടായി. 200 വർഷങ്ങൾക്ക് മുമ്പ് പള്ളിക്കുന്ന് മഹലിലെ ഒരു ധനികരായ കാരണവർ വേങ്ങൂർ ഭാഗമാണ് നമ്മളുടെ വല്യപ്പായ രായൻമുല്ലക്കെ വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് കൊണ്ടുവന്നു. രായൻമുല്ലക്കെ ഈ പള്ളിക്കുന്നുള്ള കാരണവർ കൊണ്ടുവന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഭൗതിക ലോകത്തുള്ള സുഖങ്ങളോ അല്ലെങ്കിൽ ഭൗതിക ലോകത്തുള്ള സ്ഥാനം കണ്ടുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ വിവരവും പാണ്ഡിത്യവും ദീനിലുള്ള അച്ചടക്കവും കണ്ട് അത് തൻ്റെ നാട്ടിലുള്ള മുസ്ലിങ്ങൾക്ക് കൂടി ഒരു ഉപകാരമാകണമെന്ന് കൊണ്ട് മനസ്സിൽ കരുതിയിട്ടാണ് കാരണവർ പള്ളിക്കുള്ളിലോട്ട് കൊണ്ടുവന്നത്. അപ്പം അത്ര നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു മുൻ തലമുറ, അതിൽപ്പെട്ടവരാണ് ഈ പാലത്തിൻ്റെ കുടുംബം. അപ്പോൾ ഇന്ന് വളരെയധികം പിന്നെ കുറേ തലമുറകൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മളടക്കമുള്ള എല്ലാ മക്കളും നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി, പല പല മേഖലയിൽ തിരിഞ്ഞു. ഒരു ദീനം മാത്രമല്ല, ദീനിൻ്റെ കൂടി ഭൗതിക വിദ്യാഭ്യാസമുള്ള മക്കളായി മാറി. അപ്പോൾ ആ ഒരു പാരമ്പര്യം നമ്മൾ ഇനിയും നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ ഉപ്പമാരെ തുടങ്ങി നമ്മളെ ഈ പാരമ്പര്യം പണ്ട് മുതലുള്ള ദീനിയായ പാരമ്പര്യം നമ്മൾ എത്ര ഭൗതികമായി മുന്നോട്ട് പോയാലും ദീനിയായ പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് ഞാനടക്കമുള്ള എല്ലാവരോടും മനസ്സിൽ നിന്നുള്ളത് തൊട്ടിട്ടുകൊണ്ട് ഞാൻ ഒരു ഉപദേശമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2, ഈ കുടുംബ സംഗമത്തിൻ്റെ ലക്ഷ്യം ഇവിടെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലും പറയുകയുണ്ടായി. വെറുതെ കൂടി നിന്നുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാരെ പ്രസംഗിക്കുക, കുറേ ആൾക്കാരെ കേൾക്കുക, പിന്നെ കുറേ വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ചായ കുടിക്കുക, ബിസ്ക്കറ്റ് നിന്ന് പോവുക. ഇതിലുപരി തൊട്ടടുത്തിരിക്കുന്ന കസേരകൾ ചിലപ്പോൾ നമ്മളറിയാത്ത ആളുകളൊക്കെ, കാരണം എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. ഇത് വെറുതെ കേൾക്കുക, കേട്ട് പോയതിലുപരി അപ്പുറത്തെത്തുന്നവരെ എല്ലാവരെയും നമ്മളെ വീട്ടിലും കുടുംബത്തിലുള്ളവരെ എപ്പോഴും കാണുക. ഇതിവിടെ വന്നിട്ടും നമ്മളെ കുടുംബത്തിൽ യസ്ലീം പരദൂഷണവും പറയാതെ മറ്റു കുടുംബത്തിൽ നിന്ന് വന്നവരെ പരിചയപ്പെടാൻ സമയം കണ്ടെത്തണം. പല ഭാഗത്ത് കാപ്പിൽ നിന്ന് വന്നവരെ എട്ടനാട്ടിൽ നിന്ന് വന്നവരും ചിലപ്പോൾ തച്ചനാട്ടക്കാരും പള്ളിക്കുന്നിലും അറിയില്ല. ഈ തച്ചനാട്ടക്കാരെയും പള്ളിക്കുന്നിലും ഓരമ്മയുടെ വർത്തനം തന്നെ തീരുന്നുണ്ടാവില്ല. അങ്ങനെ അവർക്ക് പല ഭാഗത്ത് നിന്ന് വന്നവരെല്ലാവരും തമ്മിൽ പരിചയപ്പെടണം. അങ്ങനെ ഒരു കുടുംബസംഘം വിജയിക്കുള്ളൂ. എന്നിട്ട് ഇനിയുള്ള ഓരോ കല്യാണം, ഓരോ കൂടിച്ചേരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുകയും വിളിക്കുകയും വേണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3-ാമതായി ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഇത്രയും ആളുകൾ കൂടുമ്പോൾ എന്തെങ്കിലും ഒന്നും പറയണമെന്നുള്ള നിലയ്ക്ക് ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. പിന്നെ നമ്മളിപ്പോൾ ഭയങ്കര ചൂടുള്ള കാലഘട്ടമാണ്. ചൂടുള്ള കാലഘട്ടത്തിൽ എല്ലാവരും തണുത്ത വെള്ളം ധാരാളം കുടിക്കും. എല്ലാവരും അത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെയും കുടിക്കും, അല്ലാത്ത സമയത്തും കുടിക്കും. ഭക്ഷണത്തിൻ്റെ കൂടെ പ്രത്യേകിച്ച് നോൺ വെജ്, നമ്മൾ ആരും നോൺ വെജ് കഴിക്കാത്തവരുണ്ടാവില്ല. മീനും ഇറച്ചിയും കോഴി ഇല്ലാതെ ആരും ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഈ ഭക്ഷണം, അതായത് പൊരിച്ച ഭക്ഷണം മെയിനായിട്ട്, അതിൻ്റെ കൂടെ 7up, പെപ്സി, തണുത്ത വെള്ളം, ഫ്രിഡ്ജത്തെ വെള്ളം അല്ലെങ്കിൽ ഒരു ഉരുള ചോറിറങ്ങാത്ത ആൾക്കാരുണ്ടാവും നമ്മൾ പലരും. അപ്പോൾ അത് ഭക്ഷണത്തിൻ്റെ കൂടെ പൊരിച്ച ഭക്ഷണം മെയിനായിട്ട്, അതേപോലെ നോൺ വെജ്, ഇതിൻ്റെ കൂടെ തണുത്ത വെള്ളം കുടിക്കരുത്. അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കൊഴുപ്പ് നമ്മുടെ തൊണ്ടയിലും അന്നനാളത്തിലും ആമാശയത്തിലും കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. തണുത്ത വെള്ളം ചെല്ലുമ്പോൾ ആ കൊഴുപ്പ് അവിടെ ഒന്നുകൂടി അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഭക്ഷണം ഈ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചൂടുവെള്ളം കുടിക്കണം. എന്നാലേ അന്നനാളത്തിലുള്ള ഈ കൊഴുപ്പ് ദഹിച്ച് അത് പിന്നെ ദഹിച്ച് പോവുകയുള്ളൂ. അല്ലെങ്കിൽ അന്നനാളത്തിൽ ഒട്ടിപ്പിടിക്കുന്ന കൊഴുപ്പ് അട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ വ്രണങ്ങളുണ്ടാക്കുകയും ഭാവിയിൽ അത് വലിയ ക്യാൻസർ പോലത്തെ രോഗത്തിന് കാരണമാകുമെന്നും ഒരുപാട് പഠനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ഉപദേശം എന്ന നിലയ്ക്ക് ഒരു ഡോക്ടറെ നിലയ്ക്ക് ഞാൻ പറയുന്നു. ആദ്യം എന്നോട് പറയുന്നു, പിന്നെ നിങ്ങളോടും പറയുന്നു. പിന്നെ ഒരു കാര്യം ഈ സംഗമത്തിന് മുമ്പിൽ പറയാനുള്ളത്, എല്ലാവർക്കും വേണ്ടി എൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ദുആ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെ ദുആയിലും പ്രത്യേകിച്ച് നമ്മളിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയും അസുഖമായി കിടക്കുന്നവർക്ക് വേണ്ടിയും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ വിജയത്തിനു വേണ്ടിയും
കല്യാണപ്രായമെത്തിയവരുടെ ആണുങ്ങൾക്ക് വധുക്കളെ കിട്ടാൻ വേണ്ടിയും പെണ്ണുങ്ങൾക്ക് വരന്മാരെ നല്ല സ്വാധീനമായവരെ കിട്ടാൻ വേണ്ടിയും അങ്ങനെ ഒരുപാട് കുട്ടികളില്ലാത്തവരുണ്ട്. അവർ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തും പരലോകത്തും ആവശ്യമായ കാര്യങ്ങളുണ്ടാവും. എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോൾ കുടുംബത്തിലെ എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് ഈ വിനീതിനെ ഉൾപ്പെടുത്തണം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആശംസ വാക്ക് നിർത്തുന്നു. വാഹുദ്ദാമിൻ്റെ റബ്ബുൽ അസ്സലാമു അലൈക്കും.
കുടുംബമാണ്